എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം വന്ദേ ഭാരതിനെ പറ്റി തന്നെയാണ്. പക്ഷേ വന്ദേ ഭാരതിൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തു. വന്ദേ ഭാരതിൻ്റെ സമയ ക്രമീകരണം ശരിയല്ലാത്തതുകൊണ്ട് മറ്റ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സോ അതാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്തു. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ തൃശ്ശൂരിൽ നിന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം 8:45. താനൂർ സ്റ്റേഷനിൽ 8:45 തുടങ്ങിയിട്ട് ഏകദേശം 9:20 വരെയുള്ള സമയത്ത് 35 മിനിറ്റോളം താനൂർ സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് പിടിച്ചിട്ടേക്കാണ് വന്ദേ ഭാരത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒരു ഡയറക്ഷനിലേക്ക് വണ്ടി പോയിട്ടില്ല. ദാറ്റ് മീൻസ് വന്ദേ ഭാരത് അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. കോഴിക്കോട് എത്തുന്നത് വരെ വേറെ ഒരു ട്രെയിനും ആ ട്രാക്കിൽ ഈ കോഴിക്കോട് താനൂർ റൂട്ടിൽ പോകുന്നില്ല. അങ്ങനെ 9:35 കൂടിയാണ് വണ്ടി എടുക്കുന്നത് തന്നെ. സോ ഏകദേശം 1 മണിക്കൂർ സമയം സാധാരണക്കാരന് പോയി. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് വരുന്ന പരപ്പനങ്ങാടിയാണ്. അവിടെയും ഫറൂഖിലുമെല്ലാം ധാരാളം കണക്ഷൻ ബസ്സുകളുണ്ട് എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട്. അത് പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്കെല്ലാം ആ ബസ് പോയിട്ടുണ്ടാവും. അവർക്ക് യാത്ര പിന്നീട് അങ്ങോട്ട് ദുഷ്കരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു വൺ ടൈം എൻജോയ്മെൻറ്റോ ഒരു പ്രഷർ ട്രിപ്പൊക്കെ ആഗ്രഹിച്ച് പോകുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. 90%, 95%. സോ അവർക്ക് വേണ്ടി ഇത്രയും അധികം ആളുകളെ മണിക്കൂറുകളോളം ഓരോ സ്റ്റേഷനിൽ പിടിച്ചിടുന്നതിനോട് ഞാൻ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തോട് അഗൈൻസ്റ്റാണ്. അതെൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സമയം ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. വന്ദേ ഭാരത് കൊണ്ട് ലേറ്റായിട്ട് എത്തട്ടെ, സാധാരണക്കാർ പോകുന്ന വണ്ടികൾ സമയത്ത് എത്തട്ടെ. താങ്ക് യു.